ഇതെൻ്റെ ബീറാപ്പിളാണ് കേട്ടോ. ഇത് ഞാൻ അന്ന് പ്രൂൺ ചെയ്തായിരുന്നു. കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരുന്നു. നോക്കൂ, ഞാനിത് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൂൺ ചെയ്തതിനാണ് ഇപ്പോൾ പ്രൂൺ ചെയ്ത ശേഷം ഇപ്പം ഇതിൽ അത്രയും നിറച്ച് പൂ. ഇത് നിറച്ച് പൂവാണ്. നിങ്ങൾക്ക് ധൈര്യമായി വീട്ടിൽ നടാവുന്ന ഒന്നാണ് ബീറാപ്പിൾ കേട്ടോ. കാരണം ഇത് നിറച്ച് പൂവാണ്. കാ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ ആദ്യം മറ്റേ ശിഖരത്തിലാണ് ആദ്യം പോകുന്നത്. നിറച്ച് ഒരുപാട് കായുണ്ട്. എന്താ ഈ കായലൊന്നും പൊഴിഞ്ഞു പോകില്ല കേട്ടോ. നമുക്ക് എല്ലാം ഫ്രൂട്ട്സായിട്ട് തന്നെ കിട്ടും. വളരെ ടേസ്റ്റോട് കൂടി ഒന്നാണ് കേട്ടോ. ഇതാ നോക്കൂ, എന്തോരം പൂക്കളാന്ന് നോക്കി. എൻ്റെ പേരയാണ്. ഈ പേരയിലും ദാ നിറച്ച് മുട്ടും കായും വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടുകൾ ഇഷ്ടം പോലെ എല്ലാ ശിഖരങ്ങളിലും മുട്ടുണ്ട്. ഇനി ആ കൊമ്പിന് അതിനെന്താ നിറച്ച് മുട്ടകളുണ്ട്. അങ്ങോട്ട് അതിന് ഇതിനുണ്ട്, ഇതുണ്ട്, ഇതിനുണ്ട്, ഇതിനുണ്ട്, ഇതിന് എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ. അല്ലേ ഇതിന് വരുന്നുണ്ട്. ഇത് എൻ്റെ സപ്പോർട്ടയാണ്. ഇത് നിറച്ച് ശിഖരം വന്നിട്ട് ഇതെല്ലാം ഇതാ കാ വരുന്നുണ്ട്. എല്ലാത്തിനും മുട്ടിട്ട് കണ്ടോ. അതിനകത്ത് മുട്ടിട്ടൊക്കെ കാ വരുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഉള്ളിലോട്ട് നോക്കി ഉണ്ടോ. എല്ലാത്തിനും നിറയെ കാ വരുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഗവേണസ് പ്ലമ്മാണേ. ഗവേണസ് പ്ലം എന്ന് പറഞ്ഞാൽ അതാ നോക്കൂ, കണ്ടാ നോക്കൂ. ഇപ്പം ഇത് പൂ ഇട്ട് കേട്ടോ. ഇത് ഒരു പൂ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് പൂ ഇടുന്നുണ്ട്. ഇതാ ഇവിടെ ഇടുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഇടുന്നുണ്ടോ. ഇതാ ഇവിടെ ഇടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഗവേണസ് പ്ലം ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് കായ്ക്കുമ്പോൾ ഒന്ന് പറഞ്ഞു തരാമോ? ഇതെല്ലാം കണ്ടതാ എൻ്റെ മോൻ താഴെ ഇന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ധാരാളം മുട്ട് വന്നിട്ടുണ്ട്. ഈ തിളിർക്കുന്ന ശിഖരങ്ങളിലെല്ലാം മുട്ട് വരുന്നുണ്ട്. നോക്കൂ, ഇത് ആരുടെങ്കിലും വീട്ടിൽ കാച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇത് കായ്ക്കുമോ ഇല്ലേ എന്ന്. കായ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് സംഭവം.